അത് ഈ നിരന്തരം പണ്ട് 86, 87, 88 കുറെ സക്സസ് ഹിറ്റ് വന്നിട്ട് പെട്ടെന്നൊരു ഫ്ലോപ്പോ ഫെയിലിയറോ വരുന്ന സമയത്ത് അത് ശരിക്കും ബാധിച്ചിരുന്നു. ഈ മുകുന്ദേട്ട സുഹൃത്തിനെ വിളിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് വീണുപോയ സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ അത്തരം മൊമെന്റുകളൊക്കെ ശരിക്കും വീണു പോയിട്ടുണ്ടോ ഫെയിലിയർ വന്ന സമയത്തൊക്കെ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല, അങ്ങനത്തെ ഫെയിലിയർ ശരിക്കും നിങ്ങളെ ടീമിനെ അന്നത്തെ ബാധിച്ചിട്ടുണ്ടോ? അതൊന്നും കാര്യമായിട്ട് സംഭവം അല്ല, അന്ന് പ്രൊഡ്യൂസറിന് ലോസ് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന സമയത്ത് അത് നിങ്ങളെ നമ്മളെ ബാധിച്ചിട്ടില്ല. ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഫ്ലോപ്പ് ഉണ്ടായിട്ടില്ല. എപ്പോഴും പോസിറ്റീവായിരുന്നു. ഒരു സിനിമ ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ കൊണ്ട് മേക്കപ്പ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു എല്ലാം. ഫെയിലിയർ ഒക്കെ അടുത്തതിലോട്ടുള്ള അപ്പൊ പ്രൊഡ്യൂസർമാർ മാറുന്നില്ലേ? അവർക്ക് ഗുണമുണ്ടോ? മാറും. അല്ല, ഞാൻ ചോദിച്ചപ്പോ ഞാനൊരു പ്രൊഡ്യൂസ് ചെയ്തു, ആ സിനിമയാണ് പരാജയം വന്നത്. അപ്പൊ സുനീഷേട്ടൻ പറഞ്ഞു അത് അടുത്ത സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നു. അത് ചെയ്യുന്നത് ധ്യാനായിരിക്കും. അപ്പൊ എനിക്ക് ഗുണമുണ്ടോ? അല്ല, അത് മിക്കവാറും ഈ പരിചയപ്പെട്ട ആൾക്കാരായിരിക്കും തുടർന്നും എടുക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഭയങ്കരമായിട്ട് പൊട്ടിയൊരു പടം എനിക്ക് ഓർമ്മയില്ല. ശ്രീധരന്റെ തിരുമുറിവ്, ശ്രീധരന്റെ തിരുമുറിവ് പൊട്ടിപ്പോയ പടം, അതൊരു പൊട്ടിയത്. പിന്നെ ഒന്ന് രണ്ട് പടം കുറവുണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ സെഞ്ചുറിയാണ്. സെഞ്ചുറി ഫിലിംസിന്റെ ആ പടം. സെഞ്ചുറി രഞ്ജി മത്തി വലിയ കാശുകളാണ്. നമ്മള് അതിൽ നീലക്കുറുപ്പ് പെൺകുട്ടിയാണ്. ഞാൻ സത്യന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടാണ് അവളെ ഫിക്സ് ചെയ്തത്. അത് സത്യേട്ടനാണ് ഡയറക്ട് ചെയ്തത്. എന്തുകൊണ്ടത് കേട്ടോ അതങ്ങനെ ആയത്? പ്രധാനമായിട്ടും പെൺകുട്ടിന്റെ കാര്യം. ആ പെൺകുട്ടി നീനാക്കുറുപ്പ് നേരെ പകുതിയായി ഷൂട്ടിങ്ങിന് വന്നപ്പോ ഞെട്ടിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കംപ്ലീറ്റ് പേടിച്ചിട്ട് വളരെ ആരോഗ്യമായി മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നോക്കി പിന്നെ ഇവിടെ വെച്ച് നിർത്താം. സത്യനോട് പറഞ്ഞു. സത്യൻ പ്രൊഡ്യൂസറെ സംസാരിച്ചു. അയാൾ പറഞ്ഞു മമ്മൂട്ടിയുടെ ഡേറ്റ് ഇനി അടുത്ത കിട്ടൂല, എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് ലൊക്കേഷനിൽ ഹോട്ടലിൽ മഹാറാണി വെച്ചിട്ട് കഥ മാറ്റി. ഇവർക്ക് പറ്റാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറൊക്കെ ഇവിടെ മാറ്റിയത് എല്ലാം കൂടി കൊള്ളമായി. പടം പൊളിഞ്ഞു പോയി. അങ്ങനെയാണ് അതിന്റെ ഒരു പരാജയം ഉണ്ടായതല്ലേ? ഈ സക്സസ് ആകുമ്പോ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, സക്സസ് ആകുമ്പോൾ കൂട്ടുകാരന്മാരുടെ കൂട്ടുണ്ട്, അത് തലക്ക് പിടിച്ചിട്ടുണ്ടോ? ഈ സിനിമയിലെ ഒരു ഡയലോഗ് പറയാനുണ്ടോ? സക്സസിനെ കുറിച്ച് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് കേട്ടില്ലായിരുന്നു? നമ്മുടെ പടത്തിലൊരു പറയുന്നത് ഈ വാഴ്ത്തിപ്പാടി കുറെ സക്സസ് വരുമ്പോൾ കുറെ ചമച്ചവനും കുറെ ആൾക്കാർ വരുമല്ലോ. വാഴ്ത്തിപ്പാടിയവർക്കിടയിൽ പെട്ടുപോയി സക്സസ് തലക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഏട്ടൻ വർഷം കഴിഞ്ഞ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അപ്പുവിനോട് പ്രണവനോട് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തില് ഞാൻ പൊളിഞ്ഞ സംവിധായകനായി മാറിയത് എന്തുകൊണ്ടാന്ന് പറയുന്നത് കാരണം പറയുന്നത് സക്സസ് തലക്ക് പിടിച്ചു, കൂടെ വാഴ്ത്തിപ്പാടിയവർക്കിടയിൽ വിട്ടുപോയി, അങ്ങനെ വീണുപോയ കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ടാവില്ലേ ഒരുപാട്. അതെ അതെ, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെ, അത് അങ്ങനെ തലക്ക് പിടിക്കാനല്ല അറിയാവുക. അങ്ങനത്തെ ഒന്നുമല്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. ഞാൻ സിനിമയിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻ, വർക്ക് എത്തിക്സ്, പ്രൊഫഷണലിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചോദിച്ചത്. ചോദ്യം മറന്നുപോയി. ഒരു സിനിമയുടെ വിജയം, പിന്നെ സിനിമയുടെ ഒരു പരാജയം. ആ വിജയത്തിന് നമുക്ക് കുറെ കൂട്ടുകാരുണ്ടാവും. അപ്പൊ പലതും പല ആളുകൾ പറഞ്ഞ അതിൽ നമ്മൾ മുഴുകിപ്പോവും.
ചില സിനിമയ്ക്ക് പരാജയം, അങ്ങനെ ഒരു സംഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സംഭവം ഓർമ്മയില്ല. അതിനൊന്നും സമയമൊന്നുമില്ല. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത ധ്യാനെ പോലെ തന്നെയാ, സമയമില്ല. ആ അതില് നിങ്ങൾ ഓക്കെയാണ്, അതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. അവിടെ ഒരു വർഷം 10 കഥകളും, ഇവിടെ ഒരു വർഷം 10 സിനിമ അഭിനയിക്കും. അത് തന്നെ. ഒരു അടുത്ത സിനിമയ്ക്ക് ആലോചനയായിരിക്കും. അതിന് 10 സിനിമ എഴുതും അടുത്ത അടുത്ത വർഷം 10 സിനിമ എഴുതുന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കൊരു സ്ക്രിപ്റ്റ് തരണം. അച്ഛൻ ഒരെണ്ണം അങ്ങോട്ട് തരും, ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഒരു സ്ക്രിപ്റ്റ് കൊടുക്കണം അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷമല്ലേ, സന്തോഷവാനല്ലേ? അതെ, 2 മക്കളും. അതിന് മാത്രം ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ കുറവ് കേൾക്കുന്നത് ചേട്ടാ? ക്യാഷ് കുറവ്. പൈസ കുറവോ? വരും. സന്തോഷം വരുമ്പോ ക്യാഷ് തനിയെ വരും. ഉള്ള ഇനി ഒരു പടം കൂടെ പ്രൊഡ്യൂസ് ചെയ്യും, അപ്പൊ പൈസ വീണ്ടും വരും. അതെ, മുകേഷ് എപ്പോഴും നിർബന്ധിക്കുമല്ലോ ഒന്നും കൂടെ ചെയ്യേ. ആ. ഇനി അങ്ങോട്ടും വേണ്ട, ഇവിടെ കൊടുത്താൽ മതി, ഇവിടെ പ്രൊഡ്യൂസ്, ഇവിടെ ഇവരുടെ സിനിമ എടുത്താൽ മതി, പുറത്തൊന്നും ഇനി പോകണ്ട. എങ്ങനെയാണ് ചെയ്യോ? അല്ല ഞാൻ എന്റെ എടുക്കില്ല. എടുക്കില്ല, എടുക്കില്ല, ഉറപ്പാണോ? എടുക്കില്ലേ? ഞാൻ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റുകളും ഒക്കെ റെഡിയാണ്, പ്രൊഡ്യൂസറെ കിട്ടിയിട്ടില്ല, പൈസ മുടക്കാവോ? അത് മുടക്കാന്ന്. ഉറപ്പാണോ? പിന്നെ പടം കാണാൻ മുടക്കുന്ന പൈസ. അല്ല, പണം മുടക്കുവോ അതോ പണം മുടക്കുവോ? പണം മുടക്കോ പണം അത് പറ. മുടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് മുടക്കുന്നത്? പറ, ഏതാണ്? പടമായിരിക്കും. പടമാണോ പണമാണോ? പണം മുടക്കാം. പണം. ഒരു അഡ്വാൻസ് കൊടുക്കുക, ഒരു അഡ്വാൻസ് കൊടുക്കുക, ഒരു അഡ്വാൻസ് കൊടുക്കുക. സീരിയസ്ലി ഞാൻ പറഞ്ഞു, ഒരു അഡ്വാൻസ് കൊടുക്കുക. ചെക്കാണ്. അല്ല, ഇവിടെ കൈനീട്ട് കൈനീട്ടല്ല, ഇത് കൈനീട്ടല്ല, ഇത് സിനിമയുടെ അഡ്വാൻസ് അല്ലേ? പറ, സിനിമയുടെ അഡ്വാൻസ് ആണോ? സിനിമയുടെ അഡ്വാൻസ് ആന്ന് പറയാം. അതിന് അഡ്വാൻസ് സ്ക്രിപ്റ്റ് കിട്ടും. അത് അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് 500 രൂപയ്ക്ക് സ്ക്രിപ്റ്റ് ഒന്നും കിട്ടില്ല. അത് മറ്റേ 150 രൂപയും പൂന്തോട്ടവും കാർ പാർക്കിംഗ്. അഡ്വാൻസ് ആയിട്ട് ഈ പൈസ അഡ്വാൻസ് ആയിട്ടാണ് കേട്ടോ. ഞാനാണ് എന്റെ പ്രൊഡക്റ്റ് ഡിസൈനർ, പ്രൊജക്ട് ഡിസൈനർ ഞാനാണ്. നല്ല ഡിസൈനിങ് കേട്ടോ. നന്നായിട്ട് ഡിസൈൻ ചെയ്തു. അല്ല, ഇത് സീരിയസ് ആണ്, ഇത് സീരിയസ് ആയിട്ട് എടുത്താണ്. സ്ക്രിപ്റ്റ് ബാക്കി പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ കൊടുക്കും. ഡിസൈനർ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ ശരിയാവില്ല. ഞാൻ ഡിസൈൻ ചെയ്ത് തരാം, ഞാൻ ഒരു പേപ്പറിൽ വരച്ച് തരാം സ്കെച്ച്, അത് ഡിസൈൻ. ഈ പ്രൊജക്ട് നടക്കണം കേട്ടോ, ഇത് നടക്കണം ചേട്ടാ. നല്ല ആർട്ടിസ്റ്റുകളൊക്കെ കേസ് റെഡി. പൈസ റെഡി ആട്ടോ.